ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമ്മളെ കാസർഗോഡ് കണ്ണൂർക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. അത് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നന്നായി ഒന്ന് കഴുകിയെടുത്ത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചിക്കൻ മസാല, ഗരം മസാല, ഒരു സ്പൂൺ കേട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കന് സെറ്റായി വരണം. എന്നാലും നല്ല ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതൊന്ന് നന്നായി സെറ്റ് ചെയ്തെടുത്ത് അരമണിക്കൂറോ 1 മണിക്കൂറോ റെഫ്രിജറേറ്ററിൽ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പാൻ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ തലശ്ശേരി ദം ബിരിയാണി, അതുപോലെ തന്നെ അതിനേക്കാളും നല്ല എനിക്കിഷ്ടപ്പെട്ടൊരു ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ പൊരിച്ചൊരു ഈ ബിരിയാണി. ഞങ്ങളുടെ കാസർഗോഡ് സൈഡൊക്കെ നമ്മളെ ഫംഗ്ഷൻ ആയാലും അല്ലെങ്കിൽ നമുക്ക് ഹോട്ടൽസിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമുക്ക് ചിക്കൻ നന്നായി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡും നന്നായി ഒന്ന് പൊരിഞ്ഞ് വരണം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ച ഓയിലിൽ തന്നെ നമുക്ക് എന്താക്കാമെന്ന് വെച്ചാൽ സവാള ഒന്ന് വഴറ്റിയെടുത്ത് മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഓയിലിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാള നമുക്കൊന്ന് വേഗം മൂപ്പത്തി കിട്ടും. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഗ്രീൻ ചില്ലിയാണ്. അപ്പോൾ ഗ്രീൻ ചില്ലി ഞാൻ നന്നായി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ മസാല ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴറ്റി ഇത് റെഡിയാകുമ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം അധികം എരിവൊന്നും നമുക്കിതിന് ആവശ്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ചെറുത്ത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബിരിയാണി മസാലയും ഗരം മസാലയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒരു ഓവറൊന്നും ആവാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഒരു മിനിമം ലെവലിൽ നമ്മൾ ബിരിയാണി മസാല ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല ആഡ് ചെയ്യുമ്പോൾ തന്നെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മൾ നന്നായി ഗരം മസാലയും അതുപോലെ തന്നെ ബിരിയാണി മസാലയും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഗ്രേവി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ഗരം മസാല ബിരിയാണി മസാല പാക്കറ്റ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാക്കറ്റാണ്. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഗ്രേവി ഒന്ന് നല്ല അടിപൊളി സെറ്റായി വരണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ മസാലയ്ക്ക് ഇട്ട ശേഷം മാത്രമാണ് ആഡ് ചെയ്യേണ്ടത്, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ടൊമാറ്റോ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്പൈസി ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കേടും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനൊക്കെ നമുക്കിനി മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചിക്കൻ നന്നായി ഒന്ന് മസാലയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ആദ്യം 1 ടീസ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബസുമതി റൈസ് നന്നായി കഴുകിയിട്ട് ഞാൻ സെറ്റായി വെള്ളമൊക്കെ കഴിഞ്ഞ് കുതിർത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ക്യാരറ്റും ടൊമാറ്റോയും ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഉപ്പും ഇട്ടിട്ട് നമ്മൾ റൈസ് നന്നായി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ബിരിയാണി ദം ചെയ്തിട്ടും ദം ചെയ്യാതെ നമുക്ക് യൂസ് ആക്കാം. അപ്പോൾ ദം ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൈസ് സെറ്റായ ശേഷം വേറൊരു പാനിലേക്ക് അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് റൈസും ചിക്കനും 2 ലെയറായി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ സെറ്റാക്കിയിട്ട് വെക്കണം. അരമണിക്കൂർ കഴിയുമ്പോൾ ദം ബിരിയാണി സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ സാലഡും ഞങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.